ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ കൈക്കൂലിക്കേസിൽ വിജിലൻസിന് സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും വിജിലൻസ് ശാസ്ത്രീയ പരിശോധന നടത്തും. തങ്ങൾക്കെതിരെ കുരുക്കുമുറുകിയതോടെ ന്യായീകരണ വാർത്താക്കുറിപ്പുമായി ഇഡിയും രംഗത്തെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ പരാതികൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഒന്നുകൂടി സമഗ്രമായ അന്വേഷണത്തിന് വിജിലൻസ് സംഘം ഒരുങ്ങുന്നത്. ഉദ്യോഗസ്ഥരുമായി പ്രതികൾക്കുള്ള ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് വിജിലൻസിന്റെ ശ്രമം. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊബൈൽ ഫോണും ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പും ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തി വ്യക്തമായ തെളിവുകൾ ശേഖരിക്കും. കഴിഞ്ഞ ദിവസം ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ ഓഫീസിലും വീട്ടിലും നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരുമായുള്ള പണമിടപാട് ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ചില രേഖകൾ ലഭിച്ചതായാണ് വിവരം. നിർണായക തെളിവുകൾ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഒരു ഭാഗത്ത് വിജിലൻസ് അന്വേഷണം ശക്തമാക്കുമ്പോൾ പരാതിക്കാരെയും വിജിലൻസിനെയും കുറ്റപ്പെടുത്തിയും ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചും ഇഡിയുടെ വാർത്താക്കുറിപ്പ് ഇന്നലെ പുറത്തു വന്നു. ഉദ്യോഗസ്ഥർ രഹസ്യമായി അന്വേഷണ വിവരങ്ങൾ കൈമാറുന്ന ചില മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഈ വാർത്താക്കുറിപ്പ് നൽകിയത്. അതേസമയം ഇഡിയുടെ ആധികാരിക വാർത്താക്കുറിപ്പാണെന്ന് വ്യക്തമാക്കുന്ന യാതൊരു സൂചനയും ഈ വാർത്താക്കുറിപ്പിലില്ല. ഇഡിയുടെ സമൂഹമാധ്യമ പേജുകളിലും ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടുമില്ല. പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ തങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്നും അനീഷ് നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയുമാണ് എന്നുമാണ് വാർത്താക്കുറിപ്പിൽ ഇഡിയുടെ ആരോപണം. കൈരളി ന്യൂസ്, കൊച്ചി.